എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിതയും ചിപ്പിമോളും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷാദ് ഇന്നിങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ രാമനാഥൻ ചെന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അവനെ ഇന്ന് കൂട്ടിക്കൊണ്ട് വരണം. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ അമ്മയും മഹേഷ് അച്ഛനും വന്നാ അവനറിയത്തുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നെ ചിപ്പിമോളാണെങ്കിൽ സഹോദരി എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാലും ആ രീതി വേണം എല്ലാവരും പെരുമാറാനെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, എന്ത് ചെയ്യാനാ, പാവം ആ കുട്ടി. ഒരു പക്ഷേങ്കിൽ നമ്മുടെ കൊച്ചുമോൻ ആദിയുടെ അത്ര അവൻ്റെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ അല്ലെന്നൊക്കെ പറയാണ്. ഒരു നിമിഷം രാമനാഥൻ വരെ ഞെട്ടിപ്പോയി, എന്താ ഈ സ്വപ്നവല്ലി പറഞ്ഞെന്നുള്ള കാര്യത്തിൽ. ഇഷിത പെട്ടെന്ന് ചോദിച്ചു, അല്ല ആദ്യോ അവൻ ആരാന്ന് ചോദിക്കുകയാണ്. ഈ സമയം സ്വപ്നവല്ലി രാമനാഥൻ എന്ന് നോക്കുകയാണ്. രാമനാഥൻ പറഞ്ഞു, അല്ല അത് പിന്നെ മോളെ അകന്ന ബന്ധത്തിലൊരു കുട്ടിയാന്ന് പറയണ. അകന്ന ബന്ധത്തിലുള്ള അതെ, ഒരു റിലേറ്റീവിന്റെ കുട്ടിയാന്ന് പറയണ. ഓ, അവനെ ചിലപ്പോൾ മോള് കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയണ. അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയും. ഓ അങ്ങനെയല്ലേ എന്നൊക്കെ പറയണ. ഈ സമയം ചിപ്പിമോള് ചോദിച്ചു, അതാരാ അച്ചച്ചാന്ന് ചോദിക്കണം. അതൊക്കെയുണ്ട്, മോള് കാണാത്തോണ്ടാന്ന് പറയണ. പിന്നീട് രാമനാഥൻ സ്വപ്നവല്ലിനെ ഒന്ന് നോക്കുവാണ്. നാക്കിൽ ലൈസൻസ് ഇല്ല, സ്വപ്നവല്ലി അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് സ്വന്തം മോനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോയതാ. പക്ഷെ ഇങ്ങനെയൊരു വൈതരണിയാവുന്നുള്ള കാര്യം പ്രതീക്ഷിച്ചു പോലില്ല. പിന്നീട് ഇഷ്ടിത ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോകുന്നതിന് മുമ്പ് തന്നെ മാഷിൻ്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. മാഷിനെയും പ്രിയാമണിയും ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാനായിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പ്രിയാമണി. തലേദിവസം വിനോദിനോടൊപ്പം സുമിത്ര കറങ്ങാൻ പോയ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് ആകെപ്പാടെ നെഞ്ചിരിപ്പോടെ ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കാണ് ഇഷിത അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത പറഞ്ഞു, അമ്മേ അത് കാര്യമായിട്ട് എടുക്കേണ്ട ഇതൊന്നുമില്ല. കാരണം അവൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ. പോരാത്തതിന് വിനോദ് അവൻ നല്ലവനാ, അവനെ വിശ്വസിക്കാന്ന് പറയണം. എന്നാലും അവൾക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? അവൾ എന്തൊക്കെ കളത്തര പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇഷിത സുമിത്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് പറഞ്ഞു, നീ കാണിച്ചെന്താളും മോശമായിപ്പോയി, അമ്മയോട് പറയാതിരുന്നത്. കാരണം അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ കാലമല്ലേ, എന്തൊക്കെയാ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഇളയമ്മ എന്നെ കുറെ ചീത്ത പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയണം. സാരമില്ല, അമ്മേനെ പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കോളാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ സൂത്രയ്ക്ക് ഒരു സമാധാനം വരുന്നേ. ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടായിരുന്നു ഇരുന്നേ. പിന്നീട് ഇന്റർവ്യൂവിന് പോയി ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഇഷത് പറഞ്ഞ് ചെലവ് ചെയ്യണമെന്ന് പറയാം. ചെലവ് ഇന്നലെ ഒരു ചെലവ് ചെയ്യാൻ പോയതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് സുമിത്ര പറയാണ്. പിന്നീട് പ്രിയാമണിയോടും മാഷിനോടും വന്നിട്ട് പറഞ്ഞു, അതെ അവളുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, അറിയാലോ അവൾ അങ്ങനെയൊന്നും പോകുന്നൊരു കുട്ടിയല്ലെന്ന് പറയാണ്. ഒന്നുമല്ലേലും അതെ അമ്മയുടെ സുജിമോളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷേങ്കിൽ അവളെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എത്രമാത്രം ടെൻഷനായെന്നറിയോ. ഞാൻ ചേച്ചിയോട് എന്ത് മറുപടി പറയണമെന്ന് ഓർത്തിട്ട് ആകെപ്പാടെ നെഞ്ചു കത്തിയെന്ന് പറയാം. അതൊന്നും സാരമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഇഷിത അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും മാഷി ചോദിച്ചു, അല്ല മോളെ എന്താ നീ ഇന്ന് നേരത്തെ ഇറങ്ങണേന്ന് ചോദിക്കുക. അത് പിന്നെ അച്ഛാ എനിക്ക് ഇന്നൊരു വലിയൊരു ജോലിയാണെന്ന് പറയാം. വലിയ ജോലിയാ, അതെന്താ? ഇന്ന് ഞാൻ ഇഷാദിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയണേ. ഇഷാദിനെ കൊണ്ട് വരുന്നുണ്ടോ? അതെ, അവനെ വീടൊക്കെ ഒന്ന് കണ്ട് കാണിക്കണം. അവൻ്റെ അച്ഛനും അമ്മയും ഞാനും മഹേഷൊക്കെയാണ് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഇതുവരെയായിട്ടും വീട്ടിൽ കൊണ്ടുവരുന്നിട്ടുണ്ടെങ്കിൽ അവന് സംശയങ്ങളൊക്കെ തോന്നില്ലേ. അവന് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ അവൻ പോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ലെന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും മോളുടെ മനസ്സിലെ സങ്കടം എന്താണെന്ന് മാഷിന് മനസ്സിലായി. അവൾ ഇത്രയും ദിവസം അവനെ പുന്നരിച്ച് വളർത്തി നോക്കിയതാണ്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഇഷിതയുടെ മനസ്സിലുണ്ട്. എന്നാലും അവൾക്ക് സങ്കടം ഉണ്ടായാലും അവൾക്ക് കുഴപ്പമില്ല. കാരണം സ്വന്തം അച്ഛനും അമ്മേനെ കാണുമ്പോൾ അവൻ്റെ ഒരു സങ്കടങ്ങളും എല്ലാം മാറും. അവന് സ്വന്തം അച്ഛനും അമ്മേനെ തന്നെ കിട്ടാൻ പോകുന്നേ ആ ഒരു സന്തോഷം ഇഷിതയ്ക്കുണ്ടായിരുന്നു. പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് ആദിക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നു. ബോധം വീണെന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആദ്യം ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് അവിടെ ഞെട്ടി ഉണരുവാണ്. ഉണർന്നതിന് ചുറ്റും നോക്കി താൻ എവിടെയാ കിടക്കണേ എന്നൊക്കെ ഒരു ചിന്ത ആദിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ്. ആദിക്ക് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ആദ്യം ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ കിടക്കുന്നു. ഇതൊക്കെ എവിടുന്ന് വന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ആദ്യം എന്ത് ചെയ്യുവാണ്, ആ ബ്രേസ്ലെറ്റ് ഒക്കെ എടുത്ത് കയ്യിൽ നിന്ന് ഊരിയിട്ട് അതങ്ങോട്ട് എറിയുവാണ്. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെയും ഇറങ്ങിപ്പോണം എത്രയും പെട്ടെന്ന് തന്നെ. തൻ്റെ അമ്മയും ഡാഡിയൊക്കെ ഇത് എവിടെയാ ഒന്നും മനസ്സിലാവുന്നില്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആദ്യം അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. പുറത്തേക്ക് ഇറങ്ങി ഓടുക. ആദ്യക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. അത് ഏതാ സ്ഥലം എന്ന് പോലും ആദ്യക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ആദ്യയുടെ മനസ്സിലേക്ക് വരുന്നേ താന് സ്കൂളിലേക്ക് പോകാനായിട്ട് കയറിയതും ബസ്സിൽ കയറിയതും അതിനുശേഷം ചിപ്സ് മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു കാർ ഇടിച്ചതൊക്കെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുവാണ്. പഴയ കാര്യങ്ങളൊക്കെ ആദ്യക്ക്
ഓർമ്മ വന്നു. പക്ഷേങ്കിൽ ഇതെവിടെയാ എന്താ എങ്ങനെയൊന്നും മനസ്സിലായില്ല. അങ്ങനെ ആദ്യം ഇറങ്ങി ഓടിപ്പോവാണ് അവിടുന്ന്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇഷിത ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റീഫൻ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറോട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, ആയിക്കോട്ടെ, കൊണ്ടുപോയിട്ട് കുറച്ച് സമയം അവനെ അവിടേക്ക് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തിരികെ കൊണ്ടുവന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്. അതിനെല്ലാം സംസാരിച്ചതിന് ശേഷം ഇഷിത മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ആദ്യനെ കണ്ടില്ല. അവിടെ എല്ലാം നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് ഇഷിത ആ കാഴ്ച കാണുന്നത്. കൈ കിട്ടുന്ന ബ്രേസ്ലെറ്റ് അഴിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഇഷിതയ്ക്ക് ഉറപ്പായി, അവന് ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അവൻ ആരാ എന്താന്നൊക്കെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടായിരിക്കുക. ഒരു നിമിഷം വല്ലാത്തൊരു വിഷമായി പോയി ഇഷിതയ്ക്ക്. പക്ഷെ എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? ഒരു പക്ഷെ അവൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്കായിരിക്കുമോ, അവൻ്റെ വീടൊക്കെ അറിയായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് വല്ലാതെ ടെൻഷനായി. പിന്നീട് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് തോന്നിയായിരുന്നു അവന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവന് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്ന്. കാരണം അവൻ്റെ പെരുമാറ്റത്തിൽ അതൊക്കെ പ്രകടമായിരുന്നു പറയാണ്. ഒരു പക്ഷെ അവന് അധികം ദൂരം ഒന്നും പോയിട്ടുണ്ടായിരിക്കില്ല. ഇഷിത ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറയാണ്. ചിലപ്പം അവനെ കണ്ടെത്താൻ സാധിച്ചാലോ, അവൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് അവനെ എത്തിക്കാനായിട്ട് അവനെ സഹായിക്കാൻ പറയാണ്. അങ്ങനെ ഇഷിത അവനെ അന്വേഷിച്ചിട്ട് ഇറങ്ങുവാണ്. ഈ സമയം ആകെപ്പാടെ ടെൻഷനായിരുന്നു രചനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്നൊരു ദിവസം അവിടെ നോക്കിയിട്ട് അവനെ കണ്ടില്ലെങ്കിൽ നാളെ സ്കൂളിലേക്ക് ചെല്ലണം. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞെന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ട് നേരെ ആകാശിൻ്റെ അരിയിലേക്ക് വരുവാണ്. ആകാശിൻ്റെ അരി വന്നിട്ട് പറഞ്ഞു, ആകാശേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മോൻ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയണം. അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ഒരു കാര്യം ചെയ്യുക, എവിടെയെങ്കിലും പോയി അന്വേഷിക്കാൻ പറയണേ. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. അവരന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റാത്ത കാര്യം എനിക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവസാനം ആകാശ് പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം അങ്ങനെയാണ്, അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കണമെന്ന് അറിയത്തില്ലോ. ഒരുപക്ഷെ അവരുടെ ആരുടെയും വണ്ടി ഇടിച്ചാണെന്ന് അറിയത്തില്ലോ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിലൊന്ന് പോയി അന്വേഷിക്കാമെന്ന് പറയണം. ആ സമയം ആദ്യക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആദ്യം ഇറങ്ങി ഓടുവാണ്. തൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണ് താമസിക്കണമെന്നൊന്നും ആദ്യക്ക് മനസ്സിലായില്ല. കാരണം അവൻ ഊട്ടിയിലെ സ്കൂളിലാണ് പഠിച്ചത്. ഇവിടുത്തെ സ്ഥലം അവൻ അത്രയ്ക്ക് പരിചയമില്ല താനും. പിന്നെ പോകുന്ന സമയത്ത് കാറിലല്ലേ ഇടയ്ക്ക് ആകാശിൻ്റെ കൂടെ പോകാറുള്ളത്. അതുകൊണ്ട് ആദ്യക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടപ്പോയി. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനെ ക്ഷീണിച്ചു. അവൻ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അവൻ എന്ത് ചെയ്യുവാണ്, ഒരു സൈഡിൽ അവിടെ ഇത്തലേക്ക് കലിങ്കിൻ്റെ സൈഡിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ചാരി ഇരിക്കുവാണ്. അത്രയ്ക്ക് അവൻ ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇഷിത എന്ത് ചെയ്യണം, ഇഷിത അവനെ അന്വേഷിച്ച് കുറേ ദൂരമൊക്കെ നടന്നു. പക്ഷെ ഒരിടത്തും അവനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം ഇഷിതയ്ക്ക് മനസ്സിലായി, അവന് ഓർമ്മശക്തി തിരികെ കിട്ടിയതുകൊണ്ട് അവൻ അവൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തേക്കും പോയിട്ടുണ്ടായിരിക്കും. ഇനി തനിക്ക് ചിലപ്പോൾ ഒരിക്കലും അവനെ കാണാനായിട്ട് സാധിക്കില്ല. അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും താൻ കാണത്തില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് ആ പട വിഷമായിപ്പോയി. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് മഹേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. മഹേഷിനോട് ഇങ്ങനെ ഇഷാദിനെ കാണാനില്ല, അവൻ്റെ ഓർമ്മശക്തി തിരികെ കിട്ടിയെന്ന് തോന്നേ, അവൻ ഇവിടുന്ന് പോയെന്നൊക്കെ പറയണം. പിന്നെ മഹേഷ് സമാധാനിപ്പിക്കുക, അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് ആയിരിക്കില്ലേ പോയിരിക്കുന്നത്, നീ പിന്നെ എന്തിനാ വിഷമിക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്ക് പക്ഷേ വിഷമം അതല്ല. ഒരു പക്ഷേ അവന് ഓർമ്മശക്തി തിരികെ കിട്ടിയാലും അവൻ്റെ വീട് എവിടെയാണ്, ചിലപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ അവനെ അറിയുമോ എന്നറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവനിനി വല്ല അപകടത്തിലും ചെന്ന് ചാടുവോ, അതാ എനിക്കൊരു പേടി. ഒരു പക്ഷെ അവനെ കണ്ടു കിട്ടുവാണെങ്കിൽ അവൻ്റെ വീടും നാടും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവനെ അവിടെ കൊണ്ടേ ആക്കാലോ മഹേഷ് എന്ന് പറയാം. സാരമില്ല, വിഷമിക്കാതിരിക്കുക, നമുക്ക് അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിതനെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. ഇനി ഒടുവിൽ എന്താണെങ്കിലും ആദ്യം തിരികെ ആകാശിൻ്റെ രചനയുടെ അടുത്ത് തന്നെ എത്തിച്ചേരും. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ ആ സ്വഭാവം മാറും, പഴയ സ്വഭാവമായിരിക്കും. ഇഷിതയുടെ അടുത്തുണ്ടായിരുന്ന സ്വഭാവം ആയിരിക്കില്ല. കാരണം ആകാശിൻ്റെ രചനയെടുത്ത് അവൻ എങ്ങനെയാണോ ആ സ്വഭാവം തന്നെയാണ് അവന് ഓർമ്മശക്തി തിരികെ കിട്ടുമ്പോൾ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഓർമ്മശക്തി തിരികെ കിട്ടിക്കഴിഞ്ഞാലും ഇഷിതേനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചറിയുമോ, അല്ലെങ്കിൽ ഇഷിതേനെ അന്വേഷിച്ച് വരുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.